നമ്മുടെ ലാബിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 8-bit addition ആണ്. Write an assembly language program to add two 8-bit numbers stored in external memory location 4400H and 4401. Store the result in external memory location 4402 and 4403. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇതെങ്ങനെ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനൊന്നുകൂടി എൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ഇതിൽ പറയാം. മൈക്രോ കൺട്രോളറിൻ്റെ റോമിൽ ഈ ഒറിജിൻ തുടങ്ങിയാണ് നമ്മുടെ പ്രോഗ്രാം റൈറ്റ് ചെയ്യണത്. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ സി ആണ്. സി എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗാണ് നമ്മൾ ക്ലിയർ ചെയ്യാണ്. പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീൽഡിൽ ബിറ്റ് 7th ബിറ്റാണ് ക്യാരി ഫ്ലാഗ്. ആ ക്യാരി ഫ്ലാഗ് നമ്മൾ ക്ലിയർ ചെയ്യും, 0 ആക്കും. മുമ്പ് എന്തെങ്കിലും ക്യാരി കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 4200 എന്ന് പറഞ്ഞ ഹെക്സാഡെസിമൽ നമ്പർ DPTRലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ DPTR പോയിൻ്റ് ചെയ്യണത് 4200 എന്ന് പറഞ്ഞ ലൊക്കേഷൻ, ആ ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അടുത്തത് DPTRൻ്റെ കണ്ടൻറ്റ്, അതായത് 4200 കണ്ടൻറ്റ് എന്താണോ ഡേറ്റ അത് അക്യുമുലേറ്ററിലേക്ക് മാറ്റും. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് രജിസ്റ്റർ 0ലേക്ക് മാറ്റും. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് DPTR, അപ്പോൾ 4201 ആവും. DPTR പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സ് 4201 ആവും. അത് കഴിഞ്ഞ് DPTRലെ അടുത്ത ഇൻസ്ട്രക്ഷനിൽ DPTRലെ കണ്ടൻറ്റ്, അതായത് 4201 ഒരു ഡേറ്റ ഉണ്ടാവും, ആ ഡേറ്റ അക്യുമുലേറ്ററിലേക്ക് മാറ്റും. പിന്നെ ചെയ്യണത് രജിസ്റ്റർ R7 എടുക്കും, അത് ക്ലിയർ ചെയ്യും, 00 ആക്കും. അപ്പോൾ രജിസ്റ്റർ R7ലെ 8 ബിറ്റും 0 ആയി മാറും. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് ആഡ് അക്യുമുലേറ്റർ പ്ലസ് R0. R0യിലുള്ള കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്യും. ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ റൺ ചെയ്യണില്ല. ഇത് ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്ററാണ്, അത് നമുക്കിവിടെ ആവശ്യമില്ല. അടുത്തത് ക്യാരി ഫ്ലാഗ് ചെക്ക് ചെയ്യണം, ക്യാരി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 8 ബിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഒരു ക്യാരി സെറ്റാവും. അങ്ങനെ ക്യാരി സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇപ്പോൾ ക്യാരി JNC ജംബോൺ നോൺ ക്യാരി. അപ്പോൾ ക്യാരി ഇല്ലെങ്കിൽ സേവ് സം എന്നൊരു അഡ്രസ്സ് കൊടുത്ത് ഒരു ലൂപ്പ് കൊടുത്തേക്കാം, അതിനകത്തേക്ക് നേരെ പോകും, ഇവിടേക്ക് പോകും. ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യില്ല, ഇത് ഒഴിവാക്കിയിട്ട് നേരെ പുറത്തേക്ക് ചാടും, സേവ് സമ്മിലേക്ക് തന്നെ പോകും. അതിന് താഴെയുള്ള ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്ത് തുടങ്ങും. ഇൻക്രിമെൻ്റ് ചെയ്യും, DPTR ഇൻക്രിമെൻ്റ് ചെയ്യും, 4202 ആവും. പിന്നെ DPTR പോയിൻ്റ് എഴുതുന്നത് 4202 അഡ്രസ്സായിരിക്കും. അപ്പോൾ MOVX @DPTRA പേരുള്ള കണ്ടൻറ്റ് DPTRലേക്ക് മാറാണ്. ഇപ്പോൾ അഡീഷൻ കഴിഞ്ഞല്ലോ, അഡീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അക്യുമുലേറ്ററിലാണ് അതിൻ്റെ ആൻസർ വരിക. ആൻസർ 4202 എന്നുള്ള ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കും. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂവ് ദ ക്യാരി ഇൻടു A. ക്യാരീനെ മൂവ് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് മാറ്റും ക്യാരി ഉണ്ടെങ്കിൽ. അതായത് ഇവിടെ R7 ബിറ്റ് നമ്മൾ ക്യാരി ഉണ്ടെങ്കിൽ ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാരി ഉണ്ടെങ്കിൽ ഇത് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ ക്യാരി ഇല്ലാത്തപ്പോഴാണ് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോയത്. ക്യാരി ഉണ്ടെങ്കിൽ ഇത് ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ R7ലെ നമ്പർ ക്യാരി ഉണ്ടെങ്കിൽ 1 അക്യുമുലേറ്ററിലേക്ക് പോവുകയും ചെയ്യും, ക്യാരി ഇല്ലെങ്കിൽ 0 അക്യുമുലേറ്ററിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യും, DPTR 4203 എന്നിട്ട് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് DPTRലേക്ക് മാറും, 4203 മാറും. അപ്പോൾ സ്റ്റോർ ചെയ്യും, അതായത് 4202 സം ആൻസർ സ്റ്റോർ ചെയ്യും, 4203 ക്യാരി സ്റ്റോർ ചെയ്യും. ഇത്രേ ഉള്ളൂ പ്രോബ്ലം. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് രണ്ട് ഹെക്സ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാമാണ്. 84H 92H ഈ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ
ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിലാദ്യം തന്നെ 4200 എന്ന ലൊക്കേഷൻ നാലായിരത്തി ഇരുന്നൂറ് 4201 4202 4203 4204 ഇങ്ങനെ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനിൽ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോണത് ആദ്യം ഫസ്റ്റ് ക്ലിയർ ചെയ്യണം, അതായത് ക്യാരി ഫ്ലാഗ് ക്ലിയർ ചെയ്യണം. അപ്പോൾ PSW പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിൻ്റെ വീഡിയോ മുന്നേ കാണണം, അതിനകത്ത് പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് CY, ഇത് ഓക്സിലറി ക്യാരി, പിന്നെ വേറെ ഫ്ലാഗ്സ് ഉണ്ട്. അപ്പോൾ ഈ MSBയിൽ D7th ബിറ്റാണ് ക്യാരി ഫ്ലാഗ്. ഈ ക്യാരി ഫ്ലാഗാണ് നമ്മൾ CLRC എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ക്യാരി ഫ്ലാഗ് റീസെറ്റ് ചെയ്യും. അതായത് ഓൾറെഡി ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും അതിൽ മുന്നത്തെ ഓപ്പറേഷനിൽ ക്യാരി ചിലപ്പോൾ സെറ്റായിട്ടോ റീസെറ്റായിട്ടോ ഒക്കെ എടുക്കുന്നുണ്ടാവും. എപ്പോഴും അപ്പോൾ അത് നമ്മൾ 0 ആക്കുക, റീസെറ്റായ അതിനാണ് ക്ലിയർ ക്യാരി എന്ന് പറഞ്ഞ കമാൻഡ് എടുക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4200 DPTRലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 4200 എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് ആണ് DPTR പോയിൻ്റ് ചെയ്യുക. അഡ്രസ്സിലുള്ള കണ്ടൻറ്റാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ആദ്യം 4200ലേക്ക് ഇപ്പോൾ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ 92H നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷനിൽ DPTR MOVX A, @DPTR എന്ന് പറഞ്ഞത് DPTRൻ്റെ അഡ്രസ്സിൽ ഉള്ള കണ്ടൻറ്റ് എയിലേക്ക് മാറും. അപ്പോൾ 92H എന്തിലേക്ക് മാറും? അക്യുമുലേറ്ററിലേക്ക് മാറും. ഇത് അക്യുമുലേറ്ററാണെന്ന് വിചാരിക്കുക. അതിലേക്ക് 92H മാറി. അത് കഴിഞ്ഞിട്ട് മൂവ് R0, A. അപ്പോൾ R0 രജിസ്റ്റർ ഉണ്ട്. R0 രജിസ്റ്റർ ബാങ്ക് രജിസ്റ്റേഴ്സിന് ബാങ്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. മെമ്മറി ലൊക്കേഷനിൽ ബാങ്ക്സ് ഉണ്ട്. 4 ബാങ്കിൽ ഒരു R0, ഏതെങ്കിലും R0 ആയിരിക്കും. അതിപ്പോൾ ബാങ്ക് 0ൽ R0 ആയിരിക്കാം ഡിഫോൾട്ടായിട്ട് വരുന്നത്. നമ്മൾ ബാങ്ക് സെലക്ഷൻ വേറെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ബാങ്ക് 0 വരും. അപ്പോൾ R0 ബിറ്റിലേക്ക് അത് കഴിഞ്ഞിട്ട് ഇത് മൂവ് ചെയ്യും, ബാങ്ക് R0. അപ്പോൾ 92 ആയി. അപ്പോൾ Aയിൽ 92, R0ൽ 92H. ഈ ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് DPTR ഇൻക്രിമെൻ്റ് ചെയ്യും, 4201ലേക്ക് വരും. അവിടെ നമ്മൾ അടുത്ത നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവണം, നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ നമ്പർ എന്തുണ്ടാവും? ഈ നമ്പർ അക്യുമുലേറ്ററിലേക്ക് മാറും. അപ്പോൾ ഈ 92 മാറിയിട്ട് 84 വരും. 84 അക്യുമുലേറ്ററിലേക്ക് വരും, 84H. അത് കഴിഞ്ഞിട്ട് ചെയ്യണതാണ് R7 0 ആക്കുകയാണ്. വേറൊരു രജിസ്റ്റർ B0 ബാങ്ക് 0ൽ തന്നെ രജിസ്റ്ററാണ് R7 എന്ന രജിസ്റ്റർ 0 ആക്കി. അപ്പോൾ അതായത് മുന്നേ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ബിറ്റുകളും 0 ആവും. 8 ബിറ്റും 0 ആവും. അതാണ് 00 എന്ന് ഉദ്ദേശിച്ചത്. ഹെക്സ് ആണത്, 00 ഹെക്സ് നമ്പർ. അപ്പോൾ എല്ലാ ബിറ്റുകളും 0 ആവും അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യും. ഏത് തമ്മിൽ? ഈ R0യും Aയും തമ്മിൽ ആഡ് ചെയ്യും. എന്നിട്ട് റിസൾട്ട് Aയിൽ തന്നെ സേവ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 84 92 ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അക്യുമുലേറ്ററിൽ ഉള്ള 84 അത് എഴുതാം. 1000 8 ഇത് 8 ആയിട്ടോ. ഇനി 4 എന്ന് പറഞ്ഞാൽ 0100. ഇനി 92 എന്ന് പറഞ്ഞാൽ 1001 ആയി. 2 എന്ന് പറഞ്ഞാൽ 0010 ആണ്. ഇനി ആഡ് ചെയ്യുക, പ്ലസ് ചെയ്യുക. 000 011 10 101 00 0 101 00 01 11 എന്ന് പറഞ്ഞാൽ 01 ആണ്. അപ്പോൾ ഇതിൽ ഈ ബിറ്റ് ഉണ്ടോ, അത് ക്യാരി സെറ്റായി. ഇവിടെ ഒരെണ്ണം പുറത്തേക്ക് വരാണ്, ക്യാരി വന്ന ഒരെണ്ണം, ആ 1 ഇവിടെ വന്നു.
അപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാരി ഫ്ലാഗ് സെറ്റായി. CY എന്ന് പറഞ്ഞ ഫ്ലാഗ് അക്യുമുലേറ്റർ മറ്റേ പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീൽഡിലെ ക്യാരി ഫ്ലാഗ് സെറ്റായി. D7th ബിറ്റ് സെറ്റായി പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീൽഡിൽ. അപ്പോൾ ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞ ഫ്ലാഗ് D7th ബിറ്റാണ് ഏതിലെ പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീൽഡിൽ. D7th ബിറ്റ് 1 ആയി. D7th ബിറ്റ് 1 ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? ജമ്പ് നോൺ ക്യാരി ഇഫ് നോ ക്യാരി ജമ്പ് JNC എന്ന് പറഞ്ഞാൽ ജമ്പ് ഓൺ നോൺ ക്യാരി ഇല്ലാത്ത സമയത്തേക്കാണ് സേവ് സം എന്ന് പറയുന്നതിലേക്ക് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരി ഉള്ളതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇൻക്രിമെൻ്റ് ചെയ്യും. R7 ഇൻക്രിമെൻ്റ് ചെയ്യും. R7 എന്ന് പറഞ്ഞ രജിസ്റ്റർ 1 ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ 0 1 ആവും. അതിൻ്റെ വാല്യൂ 0 1 ഒരു വാല്യൂ കൂടും. 1 അതിനകത്ത് വരും. ആ 1 ഇൻക്രിമെൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻ്റ് DPTR ഇൻക്രിമെൻ്റ് കഴിഞ്ഞാൽ 4202 വരും. 4202 പോയിൻ്റ് ചെയ്യും. എന്നിട്ട് അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് 4202 മാറും. അക്യുമുലേറ്ററിൽ ഇപ്പോൾ എന്താ ഉള്ളത്? അക്യുമുലേറ്ററിൽ 00010110. ഈ നമ്പർ എന്ന് പറയുന്നത് ഇത് 1, ഇത് 4 2 6 16 എന്നുള്ള H-ആണ്. 16H ഇങ്ങനെയാണല്ലോ. ഇത് 4 ബിറ്റ്, ഇത് 4 ബിറ്റ്. അപ്പോൾ ഈ 4 ബിറ്റിന് 1 ഉള്ളൂ. അത് 2⁻0ൻ്റെ പോയിന്റിലാണ് 1. അപ്പോൾ 1 ഇവിടെ ഉള്ളത് ഇത് 4, ഇത് 4, ഇത് 8, ഇത് 2, ഇത് 0ആണ്. അപ്പോൾ ഈ 4 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 6, 4 + 2 6 16H അക്യുമുലേറ്ററിലേക്ക് മാറും. 16H എവിടേക്ക് മാറും? അക്യുമുലേറ്ററിൽ ഉണ്ടായിരുന്നു. 16H ആണ് നമ്മൾ ഈ സം ചെയ്തപ്പോൾ അക്യുമുലേറ്ററിൽ വന്നത്. അത് ഈ 4202 വന്നു. ഇവിടെ 16H വന്നു. അത് കഴിഞ്ഞിട്ട് മൂവ് R7 to A. R7ലുള്ള കണ്ടൻറ്റ് എയിലേക്ക് മാറണം. R7ൽ ഇപ്പോൾ ഓൾറെഡി 1 വന്നു. അതായത് ഒരു ക്യാരി വന്നുകൊണ്ട് R7 ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് 1 ആയി. അത് അക്യുമുലേറ്ററിലേക്ക് വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻ്റ് DPTR ഇൻക്രിമെൻ്റ് ചെയ്യും. 4203 4203 അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് DPTRലേക്ക് മാറ്റും. അതായത് 4203 മാറ്റും. അപ്പോൾ 0 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4202 16H 4203 01H ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇത് ക്യാരിയും ഇത് സമ്മും. ശരിക്കും ഇപ്പോൾ 84 92 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6 9 8 17 176 കിട്ടേണ്ടത്. ഇത് ശരിക്കും നമ്മളിത് എണ്ണൽ സംഖ്യയായിട്ടാണ്, നമ്പറായിട്ട് നോക്കുമ്പോൾ 176. പക്ഷെ നമ്മൾ കൂട്ടിയത് ഹെക്സാഡെസിമൽ നമ്പറാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ വരില്ല, ഈ നമ്പർ വരില്ല അതിൽ. ഇനി നമുക്കിത് BCD ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സിന് BCD അഡീഷണൽ വരുമ്പോൾ മറ്റേ ABCD ഒന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണെങ്കിൽ DAA എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഡെസിമൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ അക്യുമുലേറ്ററിൽ ഡെസിമൽ ഇക്വലൻ്റ് ആവും. അപ്പോൾ നമുക്ക് 176 തന്നെ ആൻസർ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഹെക്സാഡെസിമലിലെ വേറെ വാല്യൂസ് ABCD എന്നൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ 0 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സ് വെച്ച് നമുക്ക് സാറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ DAA എന്ന് വെച്ച് ഇൻസ്ട്രക്ഷൻ വെച്ച്. പക്ഷേ ഇത് ശരിക്കും ഹെക്സാഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡീഷനാണ്. ഇതിനി നമുക്കൊന്ന് ഇതിനകത്ത് ചെയ്ത് നോക്കാം. KL ചെയ്ത് നോക്കാം. KL ഓൾറെഡി ഞാനിത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോഡ്. ഇനിയിപ്പോൾ അത് സംശയം ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. KL എങ്ങനെ ഓപ്പൺ ചെയ്ത്
പ്രോഗ്രാം എഴുതണത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഡീബഗ് ചെയ്യും. ഡീബഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്താണ് 4200H. അപ്പോൾ അത് ഓൾറെഡി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്യണം X:4200H മെമ്മറി എടുത്തിട്ട്. ഈ മെമ്മറി എടുത്തിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ആദ്യത്തെ നമ്പർ കൊടുക്കുകയാണ് നമ്മൾ. ആദ്യത്തെ നമ്പർ നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ 84, പിന്നെ ഒരെണ്ണം 92. ഇത് ഹെക്സാഡെസിമൽ നമ്പറാണ്. അതിനുശേഷം റീസെറ്റ് ചെയ്യുക, കഴിഞ്ഞിട്ട് റൺ ചെയ്യുക. ആൻസർ വന്നു 16 01 വന്നു. 16 ആൻസറും 01 ഇത് കിട്ടി. ഇനി നമുക്ക് സ്ലോയിലൊന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോയിൻ്റർ ഇവിടെ വന്നു. പ്രോഗ്രാം കൗണ്ടറിൽ ഇതാണ് പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്തു. ഏറ്റവും ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയിൻ്റ് ചെയ്തേക്കാണ്. കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. DPTR 4200 എന്നുള്ള നമ്പർ DPTRലായി. ഇനി DPTRലുള്ള കണ്ടൻറ്റ് എയിലേക്ക് മാറി. ഇപ്പോൾ അടുത്ത് നോക്കിക്കോട്ടെ, എയിൽ ഇവിടെ ഉണ്ടോ, അക്യുമുലേറ്ററിൻ്റെ രജിസ്റ്ററിലെ വാല്യൂ മാറി നോക്കിക്കോട്ടോ. ഉണ്ടോ, 84 വന്നു. ആദ്യത്തെ നമ്പർ 84 ഇവിടെ വന്നു. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് നോക്കാം. ഇൻക്രിമെൻറ്റ് DPTR ഇൻക്രിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് DPTR ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4201 വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എക്സിക്യൂട്ട് ചെയ്യണം, DPTR. ഇപ്പോൾ DPTR ഉള്ളത് അക്യുമുലേറ്ററിലേക്ക് മാറും. അതിന് മുമ്പ് രജിസ്റ്ററിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. R0ലേക്ക് മാറി. ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടോ മൂവ് R,A R0, A. അപ്പോൾ R0 രജിസ്റ്റർ 84 ആയി. ഇനിയിപ്പോൾ ഉള്ളത് ഇത് എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ പോയിൻ്റ് ചെയ്യണത് ഇതാണ്, മൂവ് A, DPTR. DPTR ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ 4201 ആയി. 4201 ലൊക്കേഷനാണ് 92 ആണത്. ആ 92 ഇപ്പോൾ അക്യുമുലേറ്ററിലേക്ക് മാറി. ഇപ്പോൾ 92 അക്യുമുലേറ്ററിലേക്ക് മാറി. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത് ഇനി ക്ലിയറാണ്. R7 ക്ലിയർ ചെയ്യാമാണ്. R7 രജിസ്റ്റർ ക്ലിയർ ചെയ്യാമാണ് കേട്ടോ. ഓൾറെഡി 1 എടുക്കായിരുന്നു, അത് ക്ലിയർ ആവും. കണ്ടോ, ക്ലിയറായി. R7 ക്ലിയറായി. ഈ 1 കിടക്കാൻ കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തുല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് 1 ആയി കിടക്കായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ക്ലിയർ ചെയ്യണം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ. ഈ R7 രജിസ്റ്ററാണ് ക്യാരി ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ഇതിനകത്താണ് കോപ്പി ചെയ്യണത്. അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു രജിസ്റ്ററാണ് R7 ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യാണ്. ഇനി ആഡ് ചെയ്തു, രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. റിസൾട്ട് 16 അക്യുമുലേറ്ററിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരി ഫ്ലാഗ് PSW ഇവിടെ ഉണ്ടാവും കേട്ടോ. PSW പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീൽഡ് PSWയിൽ ക്യാരി ഫ്ലാഗ് ഉണ്ടോ, സെറ്റ് ആയതുണ്ടോ. ക്യാരി ഫ്ലാഗ് സെറ്റായി. CY 1 ആയി. പാരിറ്റി ഫ്ലാഗ് 1 ആണ്. അത് ഈവൻ പാരിറ്റി. അതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ റൺ ചെയ്തു. ഇനി ജമ്പ് നോൺ ക്യാരി. അപ്പോൾ ക്യാരി ഉള്ളതുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തേയില്ല. അതിനടുത്തുള്ള ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻറ്റ് R7 ഇൻക്രിമെൻറ്റ് ചെയ്തു. R7 ഇൻക്രിമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R7 1 ആവട്ടോ. നോക്കിക്കോ, ഉണ്ടോ, R7 1 ആയി. R7 1 ആയി. ഇനി അടുത്തത് മൂവ് അറ്റ് DPTR. എയിലുള്ളത് DPTRലേക്ക് വരാണ്. A എന്നുള്ളത് 16 ആണ് കേട്ടോ. ഇപ്പോൾ എയിൽ ഓൾറെഡി 16 എടുക്കുന്നുണ്ട്. അതെവിടേക്ക് DPTR ഇൻക്രിമെൻറ്റ് ചെയ്യാമാണ്. DPTR ഇപ്പോൾ നിലവിൽ DPTR ഏത് വാല്യൂ, DPTR 4201 ആണത്. 4202 ആവും. ഉണ്ടോ, 4202 ആയി. ആ 4202 ലൊക്കേഷനിലേക്ക് 4202 ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്.
അതാണ് 4202 ലൊക്കേഷൻ. നമ്മൾ സീറോയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇനി നോക്കി കേട്ടോ. അത് കണ്ടോ, ഇൻസ്ട്രക്ഷൻ 16ആയി. 4202 16ആയി. അതായത് അക്യുമുലേറ്ററുള്ള കണ്ടതിൻ്റെ 16ലേക്ക് മാറി. അക്യുമുലേറ്റർ നിലവിൽ 16 ഉണ്ട്. ആ 16ൻ്റെ ഒരു കോപ്പി ആ ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്തു. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡിപിടിആർ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് 4202 4203 ആവട്ടോ. ഉണ്ടോ, 203ആയി. ഇനി എന്ത് ചെയ്യും? ഇനി അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് 4203ലേക്ക് മാറും. അപ്പോൾ അതിനു മുമ്പ് ഈ R7 എന്നുള്ളൊരു സംഭവം എക്സിക്യൂട്ട് ചെയ്തു. R7ലുള്ളത് എയിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ, എയിലെ കണ്ടൻറ്റ് 01 ആയി. R7ൽ 01 ആയിരുന്നു. ആ 01 R7ൽ 01 ആണ്, അക്യുമുലേറ്ററിലേക്ക് മാറി. ഇനി അക്യുമുലേറ്ററിലുള്ള DPTRലേക്ക് 01 DPTRലേക്ക് മാറും. അതായത് 4203ലേക്ക് മാറും. കണ്ടോ, മാറി. ഇത്രയേ ഉള്ളൂ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ അൺലിമിറ്റഡ്, അതായത് ഇൻഫിനിറ്റി ലൂപ്പിൽ വന്ന് പിന്നെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഹാൾട്ട് എന്നാണ് പറയുക. അത് നടക്കും. അത്രേ ഉള്ളൂ. ഇത് പ്രോഗ്രാം സിമ്പിളാണ്. ഈ റീസെറ്റ് ചെയ്യുക, ഡീബഗ് ഓഫ് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരും. ഇത്രേ ഉള്ളൂ. ഓക്കെ.